പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ പാലക്കാട് കോട്ട മൈതാനത്തിന് മുമ്പിലാണ് ഉള്ളത്. കോട്ട മൈതാനത്തിൻ്റെ കാഴ്ചകളാണിത്. ഉള്ളിലേക്കൊന്ന് കയറണമെന്ന് ഞാൻ ഉള്ളിലേക്കൊന്ന് കയറാൻ പറ്റുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ അങ്ങനെ പാലക്കാട് കോട്ട മൈതാനത്താണ് ഉള്ളത്. കോട്ട മൈതാനം എന്ന് പറഞ്ഞാൽ മിക്കവാറും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ അധികം കേരളത്തിൻ്റെ രഞ്ജി ട്രോഫി മത്സരങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ്. ഇതൊക്കെയാണ് ഇപ്പോൾ കോട്ട മൈതാനത്തിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ. കുറേ കുട്ടികൾ അവർ 10 കിലോമീറ്റർ 5 കിലോമീറ്റർ ഓടണം, ബെറ്റ് വെച്ച് ഓടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. അതിലും കാലത്ത് തന്നെ ആയതുകൊണ്ട് മോർണിംഗ് വാക്കിൻ്റെയും എക്സസൈസിൻ്റെയൊക്കെ സമയമാണ്. കോട്ട മൈതാനത്തിലുള്ള കാഴ്ചകൾ ഇപ്പോൾ ഇതൊക്കെ കേട്ടോ. ഇവിടെ കുറേ ഒരു 3-4 ക്രിക്കറ്റ് പിച്ചുകളുണ്ട്. അതൊക്കെ മഴയായതുകൊണ്ട് മൂടിയിട്ടൊക്കെ വരുന്നു. ഇവിടെയാണ് മിക്കവാറും കേരളത്തിലെ കുറേ രഞ്ജി ട്രോഫി മത്സരങ്ങൾ നടക്കുന്നത്. ആ സൈഡിലായിട്ടൊരു നെറ്റ്സ് ഉണ്ട്. അവിടെ എല്ലാവരും ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. കാലത്ത് തന്നെ നല്ലൊരു ടേക്ക് ആയിരുന്നു അത്. അങ്ങനെ കുറേ രസകരമായിട്ടുള്ള കാഴ്ചകളാണ്. ഞാൻ എൻ്റെ റൗണ്ടൊന്ന് നടന്നു പോകട്ടെ. മെയിനായിട്ട് ക്രിക്കറ്റ് ഗ്രൗണ്ടാണ്. ഫുട്ബോളിൻ്റെ പരിപാടി ഇവിടെ കുറവാണ്. കുറച്ച് പേര് കളിക്കുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. പിന്നെ ക്രിക്കറ്റാണ് മെയിനായിട്ട് ഇവിടെ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ആൾക്കാരൊക്കെ നടക്കുന്നത്. അപ്പോൾ ഞാൻ ആ സൈഡിലേക്ക് നേരെ ഇങ്ങോട്ട് നടന്നോളാം. ആൾക്കാരുണ്ട്. കുറേ ആൾക്കാർ എക്സസൈസിന് അതുപോലെ ഓരോ കാലത്തുള്ള ഗെയിമുകളിലൊക്കെ കുറേ പേര് പങ്കെടുത്ത് വരുന്നുണ്ട്. ഇതായിട്ട് കുറേ വാഗയൊക്കെ ഉണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു മൈതാനമാണ്. കാലത്തുള്ള ആക്ടിവിറ്റീസിൻ്റെ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അടിപൊളി കാഴ്ചകളാണ്. ക്രിക്കറ്റാണ് മെയിനായിട്ട് ഇവിടെ ഉള്ളത്. ഫുട്ബോൾ എന്നുള്ള ഗ്രൗണ്ടല്ല, അത് ശരിക്കും ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ടാണ്. അങ്ങനെ ഗ്രൗണ്ടിൽ നിന്ന് പുറത്തേക്ക് നടക്കുകയാണ്. പുറത്തേക്ക് നടന്ന് പാലക്കാട് ടൗണിലെ കുറച്ച് കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. പാലക്കാടത്തെ കോട്ട മൈതാനത്തിന് പുറത്തേക്ക് കിടന്നു. പുറത്തുള്ള കാഴ്ചകളാണ്. ടൗണിൽ നടക്കുന്ന നല്ല ഹമ്പുകളൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ ആ ഹമ്പൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ. അതുപോലെ കുറേ ട്രാഫിക് പരിഷ്കാരങ്ങൾ, പിന്നെ നഗരസഭയുടെ ടൗൺ ക്ലീനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടെ ആൾക്കാർ പ്രഭാത നടത്തം ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. ഞാനും ഏതായാലും അവരുടെ കൂടെയൊക്കെയാണ് പ്രഭാത നടത്തക്കാരുടെ കൂടെ. കുറച്ച് നേരം ഇതിലെ അലയാന്നുള്ളതാണ്. കണ്ടോ, പൊള്ളാച്ചി ബസ്സാണ്. ഇവിടുന്ന് കുറേ ബസ്സുകൾ, ഇഷ്ടം പോലെ ബസ്സുകളുണ്ട് പൊള്ളാച്ചിക്ക്. അതേപോലെ തന്നെ കോയമ്പത്തൂർക്കുണ്ട്. കേരള KSRTCയുടെ ഉണ്ട്, TNSTCയുടെയും വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുന്നുണ്ട്. കോട്ട മൈതാനത്തിൽ ക്രിക്കറ്റ് പ്രാക്ടീസിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നെറ്റ്സാണ്. 1 2 3 4 എണ്ണം ഉണ്ട്. ഈ പാലക്കാട് ജില്ല എന്ന് പറഞ്ഞാൽ കുറേ ടൂറിസ്റ്റ് പ്ലേസുകളുടെ ഒരു കേന്ദ്രമാണ്. മലമ്പുഴ, അതുപോലെ നെല്ലിയാമ്പതി, കൽപ്പാത്തി ശരിക്കും ഒരു അഗ്രഹാര തെരുവാണ്. അങ്ങനെയുള്ള കുറേ ഏകദേശം 30 സ്ഥലങ്ങളോട്ട് ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ കണ്ടു പാലക്കാട് നമുക്ക് ടൂറിസ്റ്റ് പ്ലേസുകളായിട്ട്. ഒറ്റപ്പാലത്തുണ്ട് അതുപോലെ എന്തോ കാഴ്ചകൾ. പിന്നെ ഈ ജംഗ്ഷനൊക്കെ ഒന്ന് ക്രോസ് ചെയ്യണമെങ്കിൽ വളരെ നോക്കിയാൽ തന്നെ വേണം. നടന്നു പോകണവർക്ക് പോലും ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ വലിയ കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നുന്നു. എല്ലാം കട്ട് ചെയ്ത് ക്രോസ് ചെയ്തേക്കാം. ഇതിൻ്റെ അപ്പുറം പാലക്കാട് ആ കോട്ടയാണ്, ടിപ്പു സുൽത്താൻ്റെ കോട്ട എന്ന് പറഞ്ഞാൽ. ഇവിടെ അടിപൊളിയായിട്ടാണ് ഇവിടുത്തെ ഒരു ട്രാഫിക് സംവിധാനങ്ങൾ. ആ കോട്ട മൈതാനം ചുറ്റി, ഇവിടുന്ന് കോട്ട മൈതാനം ചുറ്റി വേണം ഇവിടുന്ന് പുറത്തേക്ക്, പ്രത്യേകിച്ച് കോട്ടയം എറണാകുളം സൈഡിലേക്ക് പോകണ വണ്ടികൾക്ക് പോകാനായിട്ട്. ഇത് കോട്ട മൈതാനം ഇതിൻ്റെ അപ്പുറമാണ്. ഇത് ചുറ്റി വേണം പോകാനായിട്ട്. ഞാനിപ്പോൾ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ റോഡിലേക്ക് കിടന്നുകൊണ്ടിരിക്കുകയാണ്. പോണ വഴിക്ക് KSRTC ബസ് സ്റ്റാൻഡിലേക്ക് പോണ വഴിക്ക് ഇവിടെയായിട്ട് ഇന്ദ്രപ്രസ്ഥ എന്ന് പറഞ്ഞ അടിപൊളി വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് കിട്ടും. ഇച്ചിരി ഹൈ ക്ലാസ്സാണ്. ഒരു അടിപൊളി വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റാണ്.
ഇന്ന് പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡ് ടെർമിനലിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡ് അടിപൊളിയായിട്ട് പണിതേക്കുന്ന ബസ് സ്റ്റാൻഡാണ്. അത്യാവശ്യം നല്ല സൗകര്യങ്ങളോടുകൂടി പണിതിരിക്കുന്ന ബസ് സ്റ്റാൻഡാണ്. മഞ്ഞ ബസ് വരുന്നുണ്ടോ? തമിഴ്നാട് പോക്കുവരത്ത് കഴകം കോവൈ. തമിഴ്നാടിൻ്റെ ഏറ്റവും പുതിയ ഫാസ്റ്റ് ടൈപ്പ് ബസ്സാണ്. PNSTCയുടെ ഏറ്റവും പുതിയ ടൈപ്പ് ഫാസ്റ്റ് ബസ് ടൈപ്പാണ് ബസ്സാണത്. അടിപൊളി ബസ്സാണ്. ഇവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞാലാണ് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ പറയുന്ന പേര് ഒലവക്കോടെന്നാണ്. ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ എന്നാണ് പണ്ട് പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ഞാനിപ്പോൾ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിയാണ്. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡൊന്നും ബസ് സ്റ്റാൻഡില്ല, പക്ഷേ KSRTC ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞൊരു ബസ് സ്റ്റാൻഡുണ്ട്. അത് ബാക്കിയുണ്ട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡാണ്. പക്ഷേ അവിടെ ഏറ്റവും കൂടുതൽ കിടക്കുന്ന ഒരു പക്ഷേ പ്രൈവറ്റ് ബസ്സുകളായിരിക്കുന്നത് മാത്രം. പ്രൈവറ്റ് ബസ്സുകൾക്ക് പോലെ തന്നെ KSRTC ബസ്സുകൾ അവിടെ വന്ന് കിടക്കാറുണ്ട്. അപ്പോൾ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് എന്നാണ് പറയുന്നത്, പ്രൈവറ്റ് സ്റ്റാൻഡ് എന്നല്ല. ഇതാണ് പാലക്കാട്ടെ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ്. ഒരുവിധം പട്ടാമ്പി, കോഴിക്കോട്, ഗുരുവായൂർ എല്ലാ സ്ഥലത്തേക്കുള്ള ബസ്സുകൾ ഇവിടെ ഉണ്ട്. ഇതൊരു അടിപൊളി ബസ്സുകളാണ്. കാരണം ഇപ്പോൾ ഒരുവിധം നല്ല ഷോപ്പുകളിൽ പണിയുന്നുള്ളതുകൊണ്ട് അവരുടെ ആ ഒരു നിബന്ധനയൊക്കെ ഒക്കെ പാലിച്ച് ആണിപ്പോൾ ബസ്സുകൾ ഇറക്കുന്നത്. അതുകൊണ്ട് തന്നെ അടിപൊളി ബസ്സുകളാണല്ല. ടൗണിൻ്റെ കുറേ വ്യാപാര സ്ഥാപനങ്ങളുടെ കാഴ്ചയാണ്. ചോറാം ജ്വല്ലറി, ജോയി ആലൂക്കാസ്. പിന്നെ ഈ സൈഡിലേക്ക് വന്ന ജ്വല്ലറികളുടെ കാഴ്ചയായിരിക്കും. BSNLൻ്റെ വലിയ കെട്ടിടം. സമയം 8 മണി കണ്ട് കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ടൗണിൽ വളരെ തിരക്ക് കുറവുള്ള സമയമാണ്. പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആലൂക്കാസിൻ്റെ ജോയി ആലൂക്കാസിൻ്റെ ആയിരിക്കും. ആലൂക്കാസിൻ്റെ വലിയ കെട്ടിടം ഇത് പോളോ ആലൂക്കാസ് തന്നെയാണ്. പവേഡ് ബൈ പോളോ ആലൂക്കാസ് ജ്വല്ലറി. ജോയി ആലൂക്കാസിൻ്റെ ഒരെണ്ണം കണ്ടായിരുന്നു. എവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഞാനിങ്ങനെ കാര്യമായിട്ട് പോയിട്ടില്ല. നമ്മളിപ്പോൾ അങ്ങോട്ട് പോകാൻ എത്രയും മുമ്പ് ഒരു വലിയ മേൽപ്പാലമാണ്. ഇത് കയറിയാണ് ബസ്സുകളൊക്കെ പോകണം. നമ്മൾ ആയാലും അതിൻ്റെ മുകളിലേക്ക് കയറാൻ, മേൽപ്പാലത്തിലേക്ക് കയറാൻ പോകുന്നില്ല. താഴത്തേക്കടെ നോക്കാൻ പോകും. റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കി നടക്കുകയാണ്. ഇതിലേക്കൊക്കെ പോയിട്ട് ആദ്യം ചെന്ന് കയറിയത് പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷനിലേക്ക്. അത് പൊള്ളാച്ചിക്കുള്ള ട്രെയിൻ പോണ ആ റൂട്ടാണ്. റെയിൽവേ സ്റ്റേഷനാണ്. 2 റെയിൽവേ സ്റ്റേഷനുണ്ട്, ടൗണും ഉണ്ട് ജംഗ്ഷനും ഉണ്ട്. രണ്ട് സ്ഥലത്താണ് മാത്രം. ഇപ്പോൾ ഏതായാലും ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ കൽപ്പാത്തിയിലേക്ക് പോകാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. ആ വഴിക്ക് നടക്കുകയാണ് നമ്മൾ. കാരണം ശരിക്കും ബൈപ്പാസ് എന്ന് പറയാം. ഇടത്തോട്ട് പോവുകയാണെങ്കിൽ കോഴിക്കോടാണ്, വലത്തോട്ട് പോവുകയാണെങ്കിൽ തൃശ്ശൂർ. അതായത് ഇതിൽ നേരെ എന്ന് നമുക്ക് ഹൈവേയിലേക്ക് ആടാം. നമുക്ക് പാലക്കാട് ടൗണിലേക്ക് വരേണ്ട ആവശ്യമില്ല. അങ്ങനെ വലവക്കോട് അന്വേഷിച്ച് നടക്കുകയാണ്. ഈ ഒരു ജംഗ്ഷനിൽ വന്നപ്പോൾ ആ കോഴിക്കോടേക്കുള്ള റോഡ് പോകാൻ പറഞ്ഞു. അവിടെയുള്ള ചേട്ടനോട് ചോദിച്ചപ്പോൾ ഇപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ നമ്മുടെ ലാലേട്ടൻ പറഞ്ഞ പോലെ ചോദിച്ച് പോകാം. വലവക്കോട് റെയിൽവേ സ്റ്റേഷന് മുമ്പിലേക്ക് പോകാനുള്ള ആ പരിപാടി ഉപേക്ഷിച്ചു. ഇവിടെ തൊട്ട് മുമ്പിലുള്ള സ്റ്റോപ്പിൽ നിന്ന് കൽപ്പാത്തിക്കുള്ള ബസ് കിട്ടുന്നു പറഞ്ഞു. അപ്പോൾ കൽപ്പാത്തി പോയിട്ട് തിരിച്ചു വന്നിട്ടിരിക്കുമ്പോൾ വലവക്കോട് വഴി വന്നിച്ചാൽ ആ റെയിൽവേ സ്റ്റേഷൻ്റെ ആ സൈഡിലേക്ക് പോകാമെന്ന് കരുതി. അപ്പോൾ ഏതായാലും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരുപാട് താമസമായി. ഏതായാലും ഇനി നേരെ കൽപ്പാത്തിയിലേക്കാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കൽപ്പാത്തിയിലെ വിശേഷങ്ങളുമായിട്ട്, കൽപ്പാത്തിയിലെ കാഴ്ചകളുമായിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് ബൈ.